ഞാൻ മോളിവുഡ് ടൈംസ് ഫസ്റ്റ് ഡേ കണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പടത്തിന്റെ റിവ്യൂ പറയാൻ പോകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡ് മെനൻ ആൻഡ് ദ കോമൺ മാൻ. മാഡ് മെനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഈ പടത്തിനെ കുറിച്ചുള്ള റിവ്യൂ എന്താണെന്നും കോമൺ മാന്റെ, അതായത് സാധാരണ ഒരു പബ്ലിക് ഓഡിയൻസിന്റെ എന്തായിരിക്കും ഈ പടത്തിനുള്ള റിയാക്ഷൻ എന്നുള്ള ഒരു ഫോർമാറ്റിലായിരിക്കും ഞാൻ അങ്ങോട്ട് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. കാരണം മോളിവുഡ് ടൈംസ് എന്നുള്ള പടം മാഡ് മെനൻ, അതായത് എന്റെ പേഴ്സണൽ പെർസ്പെക്ടീവ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ്. അതായത് ഈ പടം കണ്ട് ഇതുവരെ ഞാൻ ഇങ്ങനെ ഒരു പടം സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഇംഗ്ലീഷിൽ കണ്ടിട്ടില്ല, ഹിന്ദിയിൽ കണ്ടിട്ടില്ല, തമിഴിൽ കണ്ടിട്ടില്ല, മലയാളത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പേഴ്സണലി പടം തിയേറ്ററിൽ ഫസ്റ്റ് ഡേ കണ്ടതിൽ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിനുള്ള ഒരു വലിയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിഫൈൽ എന്നുള്ള രീതിയിലും ഒരു ആസ്പയറിംഗ് ഫിലിം മേക്കർ എന്നുള്ള രീതിയിലും ഒരു റൈറ്ററും ഒരു വോണബി ആക്ടർ എന്നൊക്കെ ഉള്ള രീതിയിൽ ഈ പടം കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എന്റെ ലൈഫ് അവിടെ ചിത്രീകരിച്ച് വെച്ച പോലെയാണ് ഈ സത്യം പറഞ്ഞ പടം കണ്ടപ്പോൾ തോന്നിയത്. അതായത് ഞാൻ ചെറുപ്പം തൊട്ടേ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളും എഴുതണം എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളും സിനിമ ഇൻഡസ്ട്രി എങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ സങ്കല്പിച്ചതും എല്ലാം ഒരു സിനിമയുടെ ഉള്ളില് 2.25 മണിക്കൂറിൽ വളരെ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടാണ് ഈ പടം ചെയ്തു വെച്ചാൽ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്നെ പോലെ കുറച്ച് ഭ്രാന്തുള്ള മാഡ് ആയിട്ടുള്ള സിനിഫൈൽസ് ആയിട്ടുള്ള അപ്രിയ സത്യങ്ങൾ കേൾക്കാൻ താല്പര്യം, എന്നും നന്മ പടത്തിന്റെ അവസാനം വിജയിക്കുന്നു വിശ്വസിക്കാത്ത, കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ലോകം എത്രമാത്രം ആൾക്കാർക്ക് 8ന്റെ പണി കൊടുക്കും എന്ന് കാണാൻ കുഴപ്പമില്ലാത്ത പടം നല്ല രീതിയിൽ വർക്കാവും. അതുകൊണ്ട് മാഡ് മെനൻ റിവ്യൂ ഫോർ മോളിവുഡ് ടൈംസ് ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി ഇഫ് യു ലൈക്ക് വെരി ഡിഫറെന്റ് ഓഫ് ബീറ്റ് കൈൻഡ് ഓഫ് മൂവീസ്. ഇനി കോമൺ മാൻ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഓഡിയൻസിന് തിയേറ്ററിൽ പോയി ഈ പടം കണ്ടാൽ എന്റർടൈൻഡ് ആവോ എന്ന് ചോദിച്ചാൽ ആവില്ല. ഇതൊരു 3 ആക്ട് സ്ട്രക്ചറിൽ, അതായത് ഒരു നായകൻ എങ്ങനെ നായകനെ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്തെല്ലാം ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന ഒരു സിനിമയല്ല. അഭിനവ് സുന്ദർ നായകന്റെ ഇതിന് മുൻപത്തെ പടം മുകുന്ദുണ്ണി അസോസിയേറ്റ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, പുള്ളി ഒരിക്കലും നന്മ അവസാനം വിജയിക്കുന്നത് കാണിക്കുന്ന ഒരു മനുഷ്യനല്ല. സംവിധായകന്റെ ആത്മകഥ, ഒരു ഓട്ടോബയോഗ്രഫി പോലെയാണ് എനിക്ക് സത്യം പറഞ്ഞ ഈ പടം ഫീൽ ചെയ്തത്. കാരണം ഞാൻ വിനീത് ശ്രീനിവാസന്റെ ഇന്റർവ്യൂസിലും പുള്ളിയെ കുറിച്ച് വായിച്ചെടുത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഫസ്റ്റ് പടം ഇറങ്ങുന്നതിന് മുൻപ് പുള്ളി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഫിലിം ഇൻഡസ്ട്രിയിൽ. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് പറയാൻ ആഗ്രഹമുള്ള ഫിലിം ഇൻഡസ്ട്രിയുടെ ബാക്ക് എൻഡിൽ നടക്കുന്ന ഒരുപാട് കളികൾ പുള്ളി ഇതിനകത്ത് വളരെ പച്ചയ്ക്ക് കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തെറി ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നു. നന്മ മരങ്ങൾക്ക് മോറൽ സയൻസ് സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ പടമല്ല എന്ന് ഞാൻ എടുത്തു പറയാണ്. നമ്മളെ ചെറുപ്പം തൊട്ടേ പഠിപ്പിച്ച് ബ്രെയിൻ വാഷ് എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്താൽ, നല്ലത് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴും വിജയം കൈവരിക്കാൻ പറ്റുമെന്നാണ്. അങ്ങനെയൊന്നുമല്ല. ഉടായ്പും നെപ്പോട്ടിസവും ആൾക്കാരുടെ ഈഗോ ഒക്കെ മസാജ് ചെയ്ത് കുറെ ഭാഗ്യം കൊണ്ടാണ് ഒരുപാട് പേര് കയറി വരുന്നത് എന്നുള്ളൊരു അപ്രിയമായിട്ടുള്ള ഒരു നഗ്ന സത്യം ഈ പടം പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ഒരുപാട് ഓഡിയൻസിനെ അൺകംഫർട്ടബിൾ ആക്കും. പിന്നെ പടം അത്യാവശ്യം കുറച്ച് ലാഗ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് പടം നിങ്ങൾക്ക് ബോറടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 100 കോടി 200 കോടി 300 കോടി ക്ലബ്ബിൽ കയറിയാൽ മാത്രം പടം കാണുന്ന ചില ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അവർക്കും ഈ പടം വർക്ക് ആവില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് പറയണം. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ തെറി വിളിക്കാൻ വരരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നില്ല.